എല്ലാവർക്കും നമസ്കാരം. നവഗ്രഹങ്ങളിൽ വെച്ച് സർവേശകാരകനായിട്ടുള്ള വ്യാഴം അഥവാ ഗുരു അതീവ ബലവാനാണ്. അതുകൊണ്ട് തന്നെ ഈ ശുഭഗ്രഹത്തിൻ്റെ മുന്നോട്ടുള്ള ഗതി ആയിക്കോട്ടെ, അല്ലെങ്കിൽ പിന്നോട്ടുള്ള സഞ്ചാരവുമായിക്കോട്ടെ, ഈ പറഞ്ഞ രണ്ട് ഗോചരങ്ങളും ഈ രാശിചക്രത്തിൽ വരുന്ന 27 നക്ഷത്രക്കാരുടെ ജീവിതത്തിലും പ്രത്യക്ഷത്തിലുള്ള മാറ്റങ്ങൾ വരുത്തി വയ്ക്കാൻ പോകുന്നതാണ്. എന്നാൽ ഇപ്പോൾ വ്യാഴം വക്രഗതി വിട്ട് നേർരേഖയിലേക്ക് തിരിയാൻ തയ്യാറെടുക്കുന്നത് കൊണ്ട് തന്നെ ഇതിൽ പറയാൻ പോകുന്ന 10 നക്ഷത്രക്കാർക്കാണ് നവഗ്രഹങ്ങളുടെയും അധിപതിയായ സാക്ഷാൽ ബൃഹസ്പതിയുടെ സമ്പൂർണ്ണ അനുഗ്രഹം കൈവന്നു ചേരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ ഇരുളടഞ്ഞ ജീവിതമാണ് നയിക്കുന്നതെങ്കിൽ ആ ഇരുട്ടിൻ്റെ നേരെ വിപരീത ഭാഗമായ പകൽ വെളിച്ചത്തിലേക്ക് നിങ്ങൾ എത്തിപ്പെടും. ഇവിടെ ഈ കൂരിരുട്ട് എന്ന് ഉദ്ദേശിച്ചത് നിങ്ങളിപ്പോൾ എത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും, അല്ലെങ്കിൽ ഇത് മറ്റൊരു ആംഗിളിൽ കൂടി നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ എത്ര വലിയ ദുഃഖദുരിതങ്ങൾ, അതായത് രോഗങ്ങൾ മൂലമോ അല്ലാതെയുള്ള പരാധീനതയിലൂടെയാണ് ജീവിതം മുന്നോട്ട് നയിക്കുന്നതെങ്കിൽ അതിൽ നിന്നും അതിൻ്റെ നേരെ വിപരീത അവസ്ഥയിൽ, അതായത് എല്ലാ ബാധ്യതകളും ഒഴിഞ്ഞ് ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടായിത്തീരുന്ന ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ വന്നെത്തുന്നതായിരിക്കും. വാസ്തവത്തിൽ ഇവിടെ നിങ്ങൾ വന്നെത്തുന്നതല്ല, പകരം വ്യാഴം നിങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നതാണ് എന്ന് പറയുകയാകും കൂടുതൽ ശരി. കാരണം കഴിഞ്ഞ കുറേ മാസങ്ങളായി അല്ലെങ്കിൽ ആഴ്ചകളായി നിങ്ങൾ തൊടുന്നതെല്ലാം അബദ്ധങ്ങളും അതുപോലെ തന്നെ കടബാധ്യതകളും കുടുംബ പ്രശ്നങ്ങളും കാരണം ജീവിതം മടുത്ത അവസ്ഥയിലാണെങ്കിൽ നിങ്ങൾ ഇത്രയും കാലം അനുഭവിച്ച ഇത്യാദി ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ നിന്നും ഉറപ്പായും നീങ്ങാൻ പോകുന്നു. ഇത് കൃത്യമായി പറഞ്ഞാൽ 2026 മാർച്ച് മാസം 11 തീയതി മുതൽ വ്യാഴം മിഥുനം രാശിയിൽ അതിൻ്റെ നേർരേഖാ സഞ്ചാരം തുടങ്ങുകയാണ്. എന്നാൽ ഇതിൻ്റെ ഗുണഫലങ്ങൾ ഈ ഫെബ്രുവരി മാസം അവസാന വാരം മുതൽ തന്നെ ഉറപ്പായിട്ടും കണ്ടു തുടങ്ങുന്നതായിരിക്കും. ഈ പറഞ്ഞത് ഒന്നുകൂടി ആവർത്തിച്ച് പറയുന്നു, നിങ്ങളിത് ഈ ഒരു കാര്യം മാത്രം പ്രത്യേകം ശ്രദ്ധയിൽ വയ്ക്കുക. ഈ ഫെബ്രുവരി മാസം അവസാന വാരം മുതൽ വ്യാഴം നേർരേഖയിൽ സഞ്ചരിക്കാൻ തയ്യാറെടുക്കുന്നതിൻ്റെ ആ ആദ്യ ലക്ഷണങ്ങൾ ഇതിൽ പറയാൻ പോകുന്ന 10 നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉറപ്പായിട്ടും അല്പാൽപമായിട്ടായിരിക്കും നിങ്ങൾക്ക് കണ്ടു തുടങ്ങുന്നത്. എന്നാൽ മാർച്ച് 11 കൂടിയായിരിക്കും ഇത് പ്രബലമായി തീരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം നമുക്കിവിടെ കണ്ണുമടച്ച് പറയാൻ സാധിക്കും, അതായത് ഇതിൽ പറയാൻ പോകുന്ന 10 നക്ഷത്രക്കാർക്ക് ഇനി വരുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സുവർണകാലമാണ്. പ്രത്യേകം ഓർക്കുക, ഏത് സുവർണകാലങ്ങൾ വന്നാലും അത് നിങ്ങൾ എങ്ങനെ അതിനെ ഫലവത്തായി വിനിയോഗിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് അതിൽ നിന്നുള്ള ഭാഗ്യാനുഭവങ്ങൾ നിങ്ങൾക്ക് എത്രത്തോളം ലഭിക്കുന്നു എന്ന് തീരുമാനിക്കപ്പെടുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അല്പം ദൈവഭക്തിയും അല്പം ദാനധർമാദികളും അതിനോടൊപ്പം അല്പം മനോനിയന്ത്രണങ്ങളും കൂടി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പുലർത്തി പോന്നാൽ ഉറപ്പായും ഈ ഗോചരത്തിൻ്റെ പരിപൂർണ ഫലം നിങ്ങൾക്ക് കിട്ടിയിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആ ഭാഗ്യനക്ഷത്രങ്ങൾ ഏതാണെന്നും എന്തൊക്കെ മാറ്റങ്ങളാണ് ഇവർക്ക് വരും ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്നതെന്നും, അതായത് സംഭവിക്കാനിരിക്കുന്നതെന്നും നമുക്കിവിടെ പ്രശ്നചിന്തയിൽ കിട്ടിയിരിക്കുന്നത് പ്രകാരം വിശദമായി നോക്കാം. ആദ്യമായി വ്യാഴം ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന പൊസിഷൻ ഒന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് തുടർന്ന് അങ്ങോട്ടുള്ള ഫലങ്ങൾ കേൾക്കുമ്പോൾ കൃത്യമായി കണക്കുകൂട്ടലുകൾ നടത്താൻ സാധിക്കും. കഴിഞ്ഞ 2025 ഡിസംബർ 5 തീയതി മുതൽ വ്യാഴം അഥവാ ഗുരു വക്രഗതിയിലായിരുന്നു. സർവേശകാരകനായ ഗുരു സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും കാരകനാണ്. അതുപോലെ തന്നെ ഇവിടെ ഈ പറയുന്ന വക്രഗതി എന്നാൽ ഗ്രഹത്തിൻ്റെ പിന്നോട്ടുള്ള സഞ്ചാരമാണ് നമ്മളതിനെ വക്രഗതി എന്ന് പറയുന്നത്. ഈ പറയുന്നത് അറിയില്ലാത്തവർക്ക് വേണ്ടി ഒന്ന് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അതിനാൽ നിങ്ങൾ മനസ്സിലാക്കുക, ഇത്രയും കാലം നിങ്ങൾക്ക് വ്യാഴം ദുർബലനായിരുന്നത് കൊണ്ടാണ് നിങ്ങൾ ആഗ്രഹിച്ച ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാതെ പോയത്. എന്നാൽ 2026 മാർച്ച് 11 അർദ്ധരാത്രിക്ക് ശേഷം, അതായത് അർദ്ധരാത്രി കഴിഞ്ഞ് 1:13 മുതൽ ഈ അവസ്ഥ മാറുകയാണ്. വ്യാഴം നേർരേഖയിലേക്ക് വരുന്നതോടുകൂടി നിങ്ങളുടെ തടസ്സങ്ങൾ ഓരോന്നോരോന്നായി നീങ്ങാൻ തുടങ്ങും. ശാരീരിക ബുദ്ധിമുട്ടുകൾ മാറും, ധനവരവ് ഉറപ്പായിട്ടും വർദ്ധിക്കും. അപ്പോൾ പറഞ്ഞ പോലെ 7 രാശികളിലായി വരുന്ന പ്രധാനപ്പെട്ട 10 നക്ഷത്രങ്ങളെയാണ് ഇത് ഏറ്റവും കൂടുതൽ
സ്വാധീനിക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ നക്ഷത്രം രോഹിണി നക്ഷത്രം. വ്യാഴത്തിൻ്റെ നേർരേഖാ സഞ്ചാരം രോഹിണി നക്ഷത്രക്കാർക്ക് നൽകുന്നത് സമാനതകളില്ലാത്ത ആശ്വാസമാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി നിങ്ങൾക്ക് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലോ അല്ലെങ്കിൽ പങ്കാളിയുമായോ ഉണ്ടായിരുന്ന അസ്വാരസ്യങ്ങൾ അത് പൂർണ്ണമായി നീങ്ങുകയും കുടുംബത്തിൽ സമാധാനവും സന്തോഷവും തിരിച്ചു വരികയും ചെയ്യും. അതുപോലെ തന്നെ തടസ്സപ്പെട്ട് കിടന്നിരുന്ന വിവാഹ കാര്യങ്ങളിൽ പെട്ടെന്ന് തീരുമാനമാകുന്നതിനോടൊപ്പം പുതിയ വീട് വാങ്ങാനുള്ള ആ ഒരു സ്വപ്നമോ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ വീട് പണി പകുതിയാക്കി നിർത്തിയിരിക്കുകയാണ് എങ്കിൽ അത് പരിപൂർണമായി തീർക്കാനും നിങ്ങൾക്ക് സാധിക്കും. അതിന് രണ്ടാമത്തെ നക്ഷത്രം മകീരം നക്ഷത്രം. തൊഴിൽ രംഗത്ത് വലിയ കുതിച്ചുചാട്ടമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഇതിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ ഓർഡറുകൾ ലഭിക്കാനും വിപുലീകരണത്തിനുമുള്ള സാമ്പത്തിക സഹായം എളുപ്പത്തിൽ ലഭ്യമാകും. പറയാൻ കാരണം വ്യാഴമാറ്റം ഇതിന് നിങ്ങളെ സഹായിക്കും. മാത്രവുമല്ല, മേലുദ്യോഗസ്ഥരിൽ നിന്നും അതുപോലെ തന്നെ സഹപ്രവർത്തകരിൽ നിന്നും നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പിന്തുണ ലഭിക്കുന്നതോടുകൂടി നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ പെർഫോം ചെയ്യുകയും ചെയ്യും. മാത്രവുമല്ല, അതിനെ തുടർന്ന് അർഹമായ സ്ഥാനക്കയറ്റം നിങ്ങളെ തേടി വരികയും ചെയ്യും. ഇനി അടുത്തത് മൂന്നാമത്തത് പുണർദം നക്ഷത്രം. മിഥുന രാശിയിൽ വ്യാഴം ബലവാനാകുന്നത് പുണർദം നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ വിദേശയാത്രയ്ക്കുള്ള വഴി ഉറപ്പായിട്ടും തുറന്നു കിട്ടും. മാത്രമല്ല, വിസ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ നീങ്ങുന്നതിനോടൊപ്പം വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് നാട്ടിലേക്ക് വരാനോ അല്ലെങ്കിൽ അവിടെ സ്ഥിരതാമസമാക്കാനുള്ള അവസരങ്ങളും ഇതിനോടൊപ്പം സംജാതമാകും. അതുപോലെ തന്നെ സാമ്പത്തികമായി വലിയൊരു ഭാഗ്യം നിങ്ങളെ തേടിയെത്താൻ പോകുന്ന സമയമാണ് ഈ മാർച്ച് മാസം ആദ്യത്തെ വാരത്തിന് ശേഷം നിങ്ങൾ കണ്ടു തുടങ്ങുന്നത്. അതിനാൽ പുതിയ നിക്ഷേപങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ സമയമാണ് നിങ്ങളെ സംബന്ധിച്ച് കൈവരാൻ പോകുന്നത്. ഇനി അടുത്തത് നാലാമത്തേത് ഉത്രം നക്ഷത്രം. ഇതിലെ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സുവർണകാലമാണ്. പറയാൻ കാരണം മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടാനും അതുപോലെ തന്നെ ഈ ഗവൺമെൻറ് മേഖലയിൽ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അവരുടെ ആഗ്രഹം പരിപൂർണമാകാനും ഈ കാലയളവിൽ യോഗം കാണുന്നുണ്ട്. പറയാൻ കാരണം വ്യാഴം നിങ്ങൾക്ക് ശുഭദൃഷ്ടി ആയതുകൊണ്ട് തന്നെ അനുകൂലമായിട്ടുള്ള ഉത്തരവുകൾ ഗവൺമെൻറ് തലത്തിൽ നിന്നും ലഭിക്കാൻ വളരെ വലിയ സാധ്യതയുണ്ട്. മാത്രവുമല്ല, കഠിനാധ്വാനത്തിന് കൃത്യമായ പ്രതിഫലം ലഭിക്കാത്ത ആ അവസ്ഥയ്ക്ക് മാറ്റം വരുന്നതോടുകൂടി വളരെ ഉയർന്നൊരു ശമ്പളം നിങ്ങൾക്ക് കൈവന്നു ചേരുകയും ചെയ്യും. മാത്രവുമല്ല, നിങ്ങളുടെ കഴിവുകൾ സമൂഹ മധ്യത്തിൽ അംഗീകരിക്കപ്പെടാനുള്ള അവസരങ്ങളും ധാരാളം ഉണ്ടായിത്തീരും എന്നാണ് വ്യക്തമായി കാണുന്നത്. ഇനി അടുത്തത് അഞ്ചാമത്തേത് അത്തം നക്ഷത്രം. കുടുംബത്തിൽ ഒരു മംഗളകർമ്മം നടക്കാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും വ്യാഴം നിങ്ങൾക്ക് ഒരുക്കി തരുന്നതായിരിക്കും. മാത്രവുമല്ല, സന്താനങ്ങളില്ലാതെ വിഷമിച്ചിരുന്ന ദമ്പതിമാർക്ക് സൽപുത്ര ഭാഗ്യം ലഭിക്കാനുള്ള യോഗമുണ്ടായിത്തീരും. മാത്രവുമല്ല, നിങ്ങളുടെ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഓൾറെഡി അനുഭവിച്ചിരുന്നവർക്ക് അതിൽ നിന്നും പൂർണ്ണമായ മോചനവും അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള വലിയ ഉന്മേഷങ്ങളും നിങ്ങൾക്ക് ഈ പറഞ്ഞ വ്യാഴത്തിൻ്റെ വക്രഗതി വിട്ട് നേർരേഖയിൽ സഞ്ചരിക്കുന്നതോടുകൂടി അതിൽ നിന്നും നിങ്ങൾക്ക് ലഭ്യമാകും. അതിന് ആറാമത്തത് ചോതി നക്ഷത്രം. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുടെ ആ കൂരിരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്കുള്ള യാത്രയാണ് ചോതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വ്യാഴം വക്രഗതി വിടുന്നതോടുകൂടി നിങ്ങളുടെ അനുഭവത്തിൽ വരുന്നത്. മാത്രവുമല്ല, കിട്ടാക്കടങ്ങൾ അത് തിരികെ ലഭിക്കാനും പഴയ ബാധ്യതകളെല്ലാം തീർത്ത് മനസമാധാനത്തോടു കൂടി ഉറങ്ങാനും നിങ്ങൾക്ക് സാധിക്കും. അതുപോലെ പണം കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ കാണിക്കുന്ന ജാഗ്രത നിങ്ങളെ വലിയൊരു സാമ്പത്തിക അടിത്തറ കെട്ടിപ്പടുക്കുവാൻ ഉറപ്പായിട്ടും സഹായിക്കും. അതുപോലെ തന്നെ പുതിയ വരുമാന മാർഗങ്ങൾ അപ്രതീക്ഷിതമായി ഈ കാലയളവിൽ നിങ്ങൾക്ക് തുറന്നു കിട്ടുകയും ചെയ്യും. ഇനി അടുത്തത് ഏഴാമത്തേത് വിശാഖ നക്ഷത്രം. ശത്രുക്കളുടെ തന്ത്രങ്ങളെ അതിജീവിച്ച് വളരെയധികം വേഗതയോടുകൂടി മുന്നേറാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സാധിക്കും. മാത്രമല്ല, കോടതി കേസ് വഴക്കുകളോ അതുപോലെ തന്നെ ഈ വസ്തു തർക്കങ്ങളോ അതിലെല്ലാം അകപ്പെട്ടിരുന്നവർക്ക് അനുകൂലമായ വിധി സമ്പാദിക്കാൻ ഈ വ്യാഴമാറ്റം നിങ്ങളെ ഉറപ്പായിട്ടും സഹായിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ വാക്കിന് അത് സമൂഹത്തിലും കുടുംബത്തിലും വലിയ വില ലഭിക്കുന്നൊരു സമയമാണ് ഇപ്പോൾ ആഗതമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ ഇനി നിങ്ങൾ യാതൊരുവിധ മടിയും കാണിക്കേണ്ടതില്ല. അതിന് അടുത്തത് എട്ടാമത്തേത് ഉത്രാടം നക്ഷത്രം.
കഴിഞ്ഞ കാലത്തെ നഷ്ടങ്ങളെല്ലാം നികത്താൻ പോകുന്ന ഒരു സമയമാണ് നിങ്ങൾ ഉത്രാടം നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ആഗതമായിരിക്കുന്നത്. പറയാൻ കാരണം പൂർവിക സ്വത്തുക്കൾ ലഭിക്കാനോ അല്ലെങ്കിൽ ഭാഗ്യക്കുറി പോലുള്ള നറുക്കെടുപ്പുകളിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭങ്ങൾ അതിലൂടെ വന്നു ചേരാനും നിങ്ങൾക്ക് വളരെ വ്യക്തമായ സാധ്യത കാണുന്നുണ്ട്. മാത്രവുമല്ല, ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം കാണിക്കുകയും അതുവഴി മനസ്സിന് വലിയൊരു ശാന്തി ലഭിക്കുകയും ചെയ്യും. മാത്രവുമല്ല, ദൂരയാത്രകൾ കൊണ്ട് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത വലിയ വലിയ നേട്ടങ്ങൾ കരസ്ഥമാക്കാനും നിങ്ങൾക്ക് യോഗം കാണുന്നുണ്ട്. ഇനി അടുത്തത് 9ാമത്തേത് ഉത്രട്ടാതി നക്ഷത്രം. ഇതിൽ ഉത്രട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ട് ഇവിടെ ഏറ്റവും ആദ്യം തന്നെ പറയാനുള്ളത്, നിങ്ങളിൽ ഈ തൊഴിൽ രഹിതർക്ക് നിങ്ങളുടെ കഴിവിന് ഇതുവരെ അംഗീകാരം കിട്ടാതിരുന്ന ബുദ്ധിമുട്ടുകളെല്ലാം മാറി നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലുള്ളൊരു ജോലി നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലഭിക്കും. അതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു അധ്യായം ഉറപ്പായിട്ടും തുടങ്ങുന്നതായിരിക്കും. നിരാശയും വിഷാദവും നിങ്ങളെ വേട്ടയാടിയിരുന്നുവെങ്കിൽ ആ ഇരുട്ടെല്ലാം പരിപൂർണമായി മാറി പുതിയൊരു പ്രകാശത്തിലേക്ക് നിങ്ങൾ ഇനി അങ്ങോട്ട് കടക്കുകയാണ്. മാത്രവുമല്ല, സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും അപ്രതീക്ഷിതമായി ലഭിക്കുന്ന പിന്തുണ നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതയാത്രയ്ക്ക് ഏറ്റവും വലിയ കരുത്തു പകരും എന്നാണ് പ്രശ്നഫലത്തിൽ വ്യക്തമായി കാണുന്നത്. ഇനി അടുത്തത് 10ാമത്തേത് രേവതി നക്ഷത്രം. മീനം രാശിക്കാരായ നിങ്ങൾക്ക് വ്യാഴത്തിൻ്റെ ഈ നേർരേഖ സഞ്ചാരം ഒരു രക്ഷാകവചം പോലെയായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ പോകുന്നത്. പറയാൻ കാരണം പാതി വഴിയിൽ മുടങ്ങിപ്പോയ ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നിങ്ങൾ പുനരാരംഭിക്കുന്നതായിരിക്കും. മാത്രവുമല്ല, വളരെ പെട്ടെന്ന് തന്നെ അത് നിങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാൾ പരിപൂർണമായി, അതായത് ഏറ്റവും മുന്തിയ രീതിയിൽ അത് പൂർത്തിയാക്കാനും നിങ്ങൾക്ക് സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുമ്പോൾ തന്നെ ആ ആഗ്രഹം സഫലമാകുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ സമയം കൃത്യമായി നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ സാധിച്ചാൽ അത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു നാഴികക്കല്ലായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വ്യാഴം വക്രഗതി വിട്ട് നേർരേഖയിൽ സഞ്ചരിക്കുമ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് നിങ്ങൾ ഈ 10 നക്ഷത്രക്കാർക്ക് വേണ്ടി ഇവിടെ പറയാനുള്ളത്. അതിന് നമ്മുടെ പൂജാ കാര്യങ്ങളിലേക്ക് വന്നാൽ ശനിയാഴ്ച തോറും നവഗ്രഹ പൂജയും അതുപോലെ തന്നെ നിത്യവും നിത്യപൂജയും ഭഗവതി സേവയും ചെയ്യുന്നുണ്ട്. ഈ നിത്യപൂജയിൽ ആദ്യം ഗണപതി ഹോമമാണ് ഉള്ളത്. അപ്പോൾ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രങ്ങളും ഉൾപ്പെടുത്തേണ്ട ആളുകൾ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ വിവരങ്ങൾ മറക്കാതെ തരിക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.